വിമലഹൃദയ പ്രതിഷ്ഠ 24-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങളുടെ സമർപ്പണം തന്നെയാണ്. വിമല ഹൃദയത്തിന് ലഭിക്കുന്ന ഈ സമ്മാനം ഞാൻ എൻ്റെ മകന് കൊടുക്കും. ദൈവത്തോട് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയാണ്. എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ദൈവത്തോട് എന്തിന് എന്ന് ചോദിക്കുക മനുഷ്യരാണ്. ഈ പ്രവണത നിയന്ത്രിച്ച് എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്ന് പ്രതിവചിക്കുമ്പോൾ ദൈവം സംപ്രീതനാവുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരികയും ചെയ്യും. എൻ്റെ ഹൃദയത്തെ അനുകരിച്ച് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടം നാം നടപ്പാക്കുന്നു. എൻ്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോൾ ഹൃദയങ്ങൾ കൃപയാൽ നിറയും. അവ പുണ്യങ്ങൾ അഭ്യസിക്കും, വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഞാൻ അതിനെ നിത്യതയിലേക്ക് സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ നൽകുന്ന ഇതാ ഞാൻ മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്കു വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ, ദിവസവും നിങ്ങൾ ഈ വാഗ്ദാനം പുതുക്കുക. വഴികാട്ടി. അമ്മയുടെ ഹൃദയത്തിൽ സംരക്ഷണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം. വിമല ഹൃദയത്തിൻ്റെ വിജയത്തിൻ്റെ ആഴവും പരപ്പും നമുക്കറിയില്ല. ബൃഹത്തായ ഒരു ആഘോഷത്തിനാണ് നമുക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഹൃദയങ്ങൾ കീഴടക്കിയതാണ് ആഘോഷ കാരണം. വളരെ വ്യാപകമാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങളും. അമ്മയുടെ ഹൃദയവും നമ്മുടെ ഹൃദയങ്ങളും ചേർന്നുണ്ടാകുന്ന കൂട്ടായ്മ വലിയ സന്തോഷത്തിനും ഭാരമുള്ള ഉത്തരവാദിത്തങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പങ്കുചേരുന്ന ഹൃദയങ്ങൾ വലിയ സംഭാവനകൾ നൽകേണ്ടിയിരിക്കുന്നു. അമ്മ ഇത് ആവശ്യപ്പെടുന്നുമുണ്ട്. പിതാവായ ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹകരണം വാഗ്ദാനം ചെയ്യാം. എങ്ങനെ പ്രവർത്തിക്കേണ്ടു എന്ന് മാത്രം പ്രതിവചിക്കാം. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം സമർപ്പണത്തിലൂടെ ഉപേക്ഷിച്ചല്ലോ. നമ്മുടെ സഹകരണത്തിൻ്റെ ആഴവും അളവും കൂടുന്നതനുസരിച്ച് ദൈവഹിതം കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കട്ടെ. നാം ഒന്നുമല്ലാതായി ദൈവഹിതം എല്ലാമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ. പ്രവൃത്തിഫലം പദം. സമർപ്പണത്തിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും സസന്തോഷം സ്വീകരിക്കുക. ഇവയെല്ലാം കുരിശുകളാണ്. ക്ഷമയോടെ അവയെ സ്വീകരിക്കാം. അവ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുരിശുകൾ നിസ്സാരങ്ങളാണ്. സ്വർഗത്തിൽ ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന സന്തോഷത്തിന് തുല്യമല്ല ലോകത്തിലെ എല്ലാ കുരിശുകളും. സ്വർഗം നിത്യമായി ലഭിക്കാൻ നാം എല്ലാം സഹിക്കാൻ തയ്യാറാകണം. ലോകത്തിലേക്ക് ദൈവം ബുദ്ധിമുട്ടുകൾ അയക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ആശ്വസിക്കാം, ദുഃഖിക്കാതിരിക്കാം. ഏറ്റവും വലിയ പുണ്യസമ്പത്തുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും. ഈ കാരണങ്ങളാലാണ് ദൈവപിതാവ് നമുക്ക് പ്രതിസന്ധികൾ അയക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന വ്യക്തി വളരെ സഹനം കാഴ്ചവെക്കുന്നു. അപമാനം സ്വീകരിക്കുന്ന വ്യക്തി കൂടുതൽ എളിമപ്പെടുന്നു. ദുഃഖങ്ങൾ സമാധാനത്തിൽ സ്വീകരിക്കുന്ന ആത്മാവ് ഭാഗ്യമുള്ളത്. വിശുദ്ധിയുടെ കിരീടവും പുണ്യങ്ങളുടെ ചെങ്കോലും അവർക്കുള്ളതാണ്. പരീക്ഷകൾ കുപ്പയിലേക്കുള്ള വഴികളാണ്. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ മാറ്റുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കാൻ ദൈവമയക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിജയിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെ പറ്റിയുള്ള പ്രതീക്ഷ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. അമ്മേ, എൻ്റെ സംരക്ഷണത്തിനായി മാലാഖമാരെ അയച്ചു തരണമേ. അമ്മയുടെ സ്നേഹസ്മരണമായ സംരക്ഷണം ഞാൻ അനുഭവിക്കട്ടെ. അനുഗ്രഹീത കന്യകേ, അങ്ങയിൽ ഞാൻ ആശ്രയവും സങ്കേതവും കണ്ടെത്തട്ടെ. ആമേൻ.